ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ പലഹാരക്കൊതിയന്മാർ എന്നുള്ള പാഠമാണ് കേട്ടോ. ഈ പാഠവും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മലയാളത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 3 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പലഹാരക്കൊതിയന്മാർ. വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും. ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു. എങ്ങോട്ടാണ് അവനിങ്ങനെ ഓടുന്നത്? മണിയൻ പിറകെ ചെന്നു. പൊന്നാനി ചന്ത വരെ പോണ എൻ്റെ മണിയാ, വഴിമാറ്, തീരെ നേരല്ല. പറഞ്ഞു തീരും മുൻപേ ചോണൻ ഓടാൻ തുടങ്ങി. പൊന്നാനി ചന്തയിൽ എന്താണിത്ര വിശേഷങ്ങൾ? അതറിയാൻ മണിയന് തിടുക്കമായി. അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണ്യം? മണിയനൊന്നും മനസ്സിലായില്ല. അവൻ ആദ്യമായിട്ടാണ് അപ്പാണ്യം എന്ന വാക്ക് തന്നെ കേൾക്കുന്നത്. അപ്പാണ്യോ, എന്താണത്? മണിയൻ്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു. കഷ്ടം തന്നെ ഇവൻ്റെ ഒരു കാര്യം. അപ്പാണ്യം എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളുണ്ടോ? അപ്പാണ്യം എന്ന് പറഞ്ഞാൽ അപ്പവാണിഭം. പൊന്നാനി ചന്തയിലാണ് മണിയാ അപ്പത്തിൻ്റെ വാണിഭം. പൊടി പൊടിച്ച അപ്പക്കച്ചോടാണ്, മനസ്സിലായോ? അപ്പത്തിൻ്റെ ചന്തയോ? മണിയൻ കണ്ണു വീഴ്ച നിന്നുപോയി. കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാണ്യത്തിലുണ്ടാവുക? നെയ്യലുവ, കറുത്തലുവ, വെളുത്തലുവ, മഞ്ഞലുവ, ചുവന്നലുവ, പച്ചലുവ, മഞ്ഞ ജിലേബി, വെള്ള ജിലേബി, ചുവന്ന ജിലേബി, ചക്ക വറുത്തത്, ചേന വറുത്തത്, കായ വറുത്തത്, കപ്പ വറുത്തത്, ഈത്തപ്പഴം പൊരി, 6ാം നമ്പർ, മൈസൂർ പാക്ക്, കല്ലുമ്മക്കായ പൊരിച്ചത്, ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ? മസാല ദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട, കൊഴുക്കട്ട, അട, വട, പക്കവട, ഉണ്ട, ബോണ്ട, സുഖിയൻ, ചിക്കൻ റോള്, മുട്ട പപ്സ്, പഴംപൊരി, നെയ്യപ്പം, ഇടിയപ്പം, കലത്തപ്പം, കാരോലപ്പം, കായപ്പം, ഈന്തപ്പം, ഊത്തപ്പം, അച്ചപ്പം, ഇവയല്ലേ അപ്പങ്ങൾ? ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ? ഇക്കാലത്തുമുണ്ടോ ഇങ്ങനെയുള്ള മണ്ടൻ ഉറുമ്പുകൾ? മണിയൻ്റെ സംശയം കണ്ട് ചോണന് പുച്ഛം തോന്നി. ഇവൻ എങ്ങനെ എൻ്റെ ചങ്ങാതിയായി? നീ മുട്ടസുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയാ? മുട്ടസുർക്കയോ? എന്താണത്? മുട്ടമാല തിന്നിട്ടുണ്ടോടാ? ഇല്ല ചോണ, എന്താണത്? ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ, മഞ്ഞക്കരു, അത് മാത്രമെടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചാരപ്പാവിലൊഴിച്ച് അലിയിച്ചലിയിച്ചിങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മണിയോ ഈ മുട്ടമാല. ഹാ, അതിൻ്റെ ഒരു മണം, അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു ചന്തം. നാവിലിട്ടാൽ അലിഞ്ഞങ്ങനെ പോകും നമ്മൾ. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു അവർ എന്തു ചെയ്യും? വെറുതെ കളയുമോ? മണിയന് സംശയമായി. ഹേയ് ഇല്ല, അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയാ മുട്ടസുർക്ക. നിൽക്കടാ ചോണ, എന്നാൽ ഞാനും വരാം. കൊതിമൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി. പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി. കല്ലായിപ്പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി. എഴുതിയത് വിജയൻ കോതമ്പത്താണ്. അപ്പാണ്യത്തിന് പോയ പലഹാരക്കൊതിയന്മാർ എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ മക്കളെ ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത്? മണിയൻ, ചോണൻ, അങ്ങനെ 2 ഉറുമ്പുകളുടെ കഥയാണല്ലേ ഇത്. അപ്പാണ്യത്തിന് പോകുന്ന 2 ഉറുമ്പുകളുടെ കഥ. എന്താണ് അപ്പാണ്യം? അപ്പവാണിഭം. വാണിഭം എന്ന് വെച്ചാൽ കച്ചവടം. അപ്പോൾ പൊന്നാനിയിലാണ് ഈ കച്ചവടം നടക്കുന്നത്. ഉറുമ്പുകൾ ഉള്ളത് എവിടെയാണ്? കോഴിക്കോട് വലിയങ്ങാടിയിലാണ് ഈ 2 ഉറുമ്പുകൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവർ താമസിക്കുന്ന വലിയങ്ങാടിയിൽ നിന്നും ചോണൻ എന്ന് പറയുന്ന ഉറുമ്പ് എന്ത് ചെയ്യുന്നു? അപ്പാണ്യത്തിന് പോവുകയാണ്. അപ്പോൾ അപ്പാണ്യത്തിന് പോകുമ്പോൾ മണിയൻ ഉറുമ്പ് ചോദിക്കുന്നു, എന്ത്, നീ എങ്ങോട്ടാണ് പോകുന്നത് ഇത്ര തിരക്കിട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ അപ്പാണ്യത്തിനാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മണിയൻ ഉറുമ്പ് ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ അപ്പാണ്യം എന്നുള്ളത്. അപ്പോൾ മണിയൻ ഉറുമ്പിനോട് ചോണൻ ഉറുമ്പ് കാര്യങ്ങളൊക്കെ പറയുന്നു. അത് അപ്പത്തിൻ്റെ കച്ചവടമാണ്, അവിടെ കിട്ടാത്തതായിട്ടുള്ള ഒരു അപ്പങ്ങളും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ മണിയൻ എന്ത് ചോദിക്കുന്നു? ഈ കോഴിക്കോട് വലിയങ്ങാടിയിൽ കിട്ടാത്തതായിട്ടുള്ള അപ്പങ്ങളുണ്ടോ? എന്നിട്ടാണോ ഇത്ര ദൂരം പോകുന്നത് അതിനായിട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഉറുമ്പുകളൊക്കെ എന്താണ്, മധുരപ്രിയരാണല്ലേ. മധുരം എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഉറുമ്പുകളെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ചോണൻ മണിയനോട് ചോദിക്കുകയാണ്, നീ മുട്ടസുർക്കയും മുട്ടമാലയും തിന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ എന്താണ് മുട്ടസുർക്ക, മുട്ടമാല? മുട്ട കൊണ്ടുണ്ടാക്കുന്ന, കോഴിമുട്ട കൊണ്ടുണ്ടാക്കുന്ന, കോഴിമുട്ടയുടെ മഞ്ഞക്കരു കൊണ്ടുണ്ടാക്കുന്നതാണ് മുട്ടമാല. വെള്ള കൊണ്ടുണ്ടാക്കുന്നതാണ് മുട്ടസുർക്ക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്രയും മധുരമുള്ള 2 പലഹാരങ്ങളാണ് ഈ മുട്ടമാലയും മുട്ടസുർക്കയും. ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. മക്കൾ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണ്, അത് കഴിച്ചിട്ടില്ല ആര്? നമ്മുടെ മണിയൻ. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടപ്പോഴേ നമ്മുടെ മണിയൻ്റെ വായിൽ വെള്ളം വന്നു. മധുരത്തിൻ്റെ ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പോഴേ മണിയൻ്റെ വായിൽ വെള്ളം വന്നു. അപ്പോൾ അങ്ങനെ ചോണനോടുകൂടെ നമ്മുടെ മണിയനും പോവുകയാണ് എങ്ങോട്ട്? പൊന്നാനിയിലെ അപ്പാണ്യത്തിലേക്ക്.
കപ്പ വാണിഭത്തിലേക്ക്. ഓക്കെ, അപ്പോൾ അതാണ് കഥയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ. ചോദ്യം 1. അപ്പച്ചന്തയിലെ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാമാണ്? അപ്പാണ്യം, മുട്ടസുർക്ക, മുട്ടമാല, പൊടിപൊടിച്ച അപ്പക്കച്ചവടം, അങ്ങാടി, വിവിധതരം ഹൽവകൾ, ജിലേബികൾ, വറവുകൾ, അപ്പങ്ങൾ. ഇതെല്ലാം എനിക്ക് രസകരമായി തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ജിലേബികളുടെ നിറങ്ങളും അതുപോലെ ഹൽവകളുടെ പല നിറത്തിലുള്ള പറഞ്ഞില്ല, അതുപോലെ പല വറവുകൾ പറഞ്ഞിട്ടുണ്ട്, പല അപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെ അപ്പങ്ങൾ, ജിലേബികൾ എന്ന് മാത്രം എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നിറങ്ങളിലുള്ളതെല്ലാം ഇവിടെ കൂട്ടിച്ചേർക്കാം. ചോദ്യം 2. പലഹാരങ്ങളുടെ പേരുകൾ എഴുതൂ. അവ അക്ഷരമാലാക്രമത്തിൽ പട്ടികയാക്കൂ. നോക്കിക്കേ, ഞാനിവിടെ അക്ഷരമാലാക്രമത്തിൽ തന്നെ ഏതാനും പലഹാരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അരിപ്പൊരി, അട, അച്ചപ്പം, 6-ാം നമ്പർ, ഈത്തപ്പഴം, ഉണ്ടപ്പൊരി, കപ്പ വറുത്തത്, കായ വറുത്തത്, കരോലപ്പം, കലത്തപ്പം, കല്ലുമ്മക്കായ പൊരിച്ചത്, കൊഴുക്കട്ട, കറുത്തലുവ, ചക്ക വറുത്തത്, ചേന വറുത്തത്, ചുവന്ന അലുവ, ചുവന്ന ജിലേബി, നെയ്യപ്പം, നെയ്യലുവ, പക്കവട, പച്ചലുവ, പഴംപൊരി, മൈസൂർ പാക്ക്, വെള്ള ജിലേബി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൂടുതൽ പലഹാരങ്ങൾ കൂടെ എഴുതി ചേർത്തിട്ട് ഇതുപോലെ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിക്കാവുന്നതാണ്. ചോദ്യം 3. ഇഷ്ടപ്പെട്ട പലഹാരത്തിൻ്റെ ചിത്രം വരയ്ക്കൂ. അതിനെ പരിചയപ്പെടുത്തുന്ന കുറിപ്പെഴുതൂ. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പലഹാരം മൈസൂർ പാക്കാണ്. പൊതുവേ എനിക്ക് മധുര പലഹാരങ്ങൾ ഏറെ ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ വീട്ടിൽ പല പലഹാരങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ട്. ദീപാവലി ആഘോഷങ്ങളിലും മറ്റും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മൈസൂർ പാക്ക്. ഇന്ന് കല്യാണം, ഹൽദി തുടങ്ങിയ ആഘോഷങ്ങളിലും ഈ പലഹാരത്തെ നമുക്ക് കാണാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ശേഷം അതിലേക്ക് അരിച്ചെടുത്ത കുറച്ച് നെയ്യ് ചേർത്ത് കുഴച്ചു മാറ്റി വെക്കണം. ശേഷം മറ്റൊരു പാനിൽ പഞ്ചസാര ലായനി ഉണ്ടാക്കി ഒരു നൂൽ പരുവമാവുമ്പോൾ കടലമാവിൻ്റെ ഈ മിശ്രിതം ചേർത്തിളക്കിക്കൊണ്ടിരിക്കുക. കട്ടിയായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ചൂടാറുമ്പോൾ ആകൃതിയിൽ മുറിച്ചെടുക്കുക. ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്കും മൈസൂർ പാക്ക് വീട്ടിലുണ്ടാക്കാം. ചോദ്യം 4. ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും. അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി പാടൂ. സ്വന്തമായി പലഹാരപ്പാട്ടുകൾ എഴുതി നോക്കുകയും വേണേ. ആദ്യം ഞാനൊരു പാട്ട് പരിചയപ്പെടുത്തി തരാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു പാട്ടാണ്. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തിൽ വച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെ പാടാം. ഇതുപോലെ നിങ്ങൾക്ക് സുപരിചിതമായ പാട്ട് എഴുതി നോക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ സിനിമാ പാട്ടുകളുമുണ്ട്. ഏതാ, ചെമ്പാവു പുന്നെല്ലിൻ ചോറൂൺ എന്നുള്ള ഈ പാട്ട് നമുക്ക് ഇതിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഇത് പലഹാരത്തെക്കുറിച്ചുള്ള പാട്ടാണ്. അതുപോലെ അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. ഈ പാട്ട് നമുക്ക് എഴുതി അവതരിപ്പിക്കാം. ഇത് നമുക്ക് എന്താണ്, വിഭവങ്ങളെ കുറിച്ചിട്ടുള്ള പാട്ടാണ് അല്ലേ. ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കി നോക്കണം. ഞാനൊരു ഹിൻഡ് നിങ്ങൾക്ക്, ഒരു ഉദാഹരണം നിങ്ങൾക്കിവിടെ തരാം. ഇലയടയെക്കുറിച്ചുള്ളൊരു പാട്ടാണ്. ഇലയടയുണ്ടേ കുട്ടികളെ, തേങ്ങ നിറച്ചൊരു നല്ലയട, മധുരം പകരാൻ ശർക്കരയും, ചൂടാറാതെ തിന്നാൻ വാ. ഇതുപോലെ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു 4 വരി പാട്ട് കൂടെ എഴുതി നോക്കാവുന്നതാണ്. ചോദ്യം 5. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതൂ. ആ പലഹാരം തയ്യാറാക്കുകയും വേണം. ഞാനിവിടെ ജിലേബി ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ എഴുതുന്നത്. പലഹാരം തയ്യാറാക്കി തരാൻ നിർവാഹമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തെക്കുറിച്ച് എഴുതുക. ജിലേബി വേണമെങ്കിൽ ജിലേബി എഴുതുക. ജിലേബി ക്ലാസ്സിലേക്ക് ഉണ്ടാക്കി കൊണ്ടുപോവുകയും വേണം. നോക്കിക്കേ, ജിലേബി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് വേണ്ട വിഭവങ്ങൾ: ഉഴുന്ന് 1 കപ്പ്, അരിപ്പൊടി 2 ടീസ്പൂൺ, ഓറഞ്ച് കളറ് 1/4 ടീസ്പൂൺ, പഞ്ചസാര 2 കപ്പ്, ഏലയ്ക്ക 4 എണ്ണം, നാരങ്ങാനീര് 1 ടീസ്പൂൺ, നെയ്യ് 2 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്, വെള്ളം 1/2 കപ്പ്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ഉഴുന്ന് നന്നായി കഴുകിയെടുക്കുക. ഇത് വെള്ളത്തിലിട്ട് 3 മണിക്കൂർ കുതിരാൻ വയ്ക്കുക. ശേഷം അധികം വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് അരിപ്പൊടിയും കളറും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി പഞ്ചസാരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് മിതമായ തീയിലാക്കി തിളപ്പിച്ച് പാനിയാക്കി എടുക്കുക. പാനി ഒരു നൂൽ പരുവമാവുമ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചതും നാരങ്ങാനീരും ചേർക്കുക. തീ കെടുത്തിയ ശേഷം നെയ്യും കൂടി ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുക. ഇനി ജിലേബി ഉണ്ടാക്കാനായി വേറെ ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. എണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോൾ തീ കുറവാക്കി വയ്ക്കുക. അതിനുശേഷം കുഴച്ചു വെച്ച മാവ് ഒരു പൈപ്പിംഗ് ബാഗിൽ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറിൽ നിറച്ച് അടിയിൽ ചെറിയൊരു ദ്വാരമിടുക. പൈപ്പിംഗ് ബാഗിൽ നിന്ന് എണ്ണയിലേക്ക് മാവ് വട്ടത്തിൽ ജിലേബിയുടെ ആകൃതിയിൽ ഞെക്കി വീഴിക്കുക. എണ്ണയിൽ തിരിച്ചും മറിച്ചുമിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി ചെറു ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇടുക. പാനി തണുത്തു പോയെങ്കിൽ ഇടയ്ക്കിടെ ചൂടാക്കി വയ്ക്കണം. 10 മിനിറ്റിന് ശേഷം പാനിയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കുക. ജിലേബി തയ്യാർ. ചോദ്യം 6. ഇനി എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. പ്രദർശനത്തിൻ്റെ പ്രചരണത്തിനായി പോസ്റ്ററും തയ്യാറാക്കണം.
പലഹാരമേളയുടെ പോസ്റ്ററിനെ കുറിച്ചൊരു ചെറിയ മാതൃക ഞാനിവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ പരിപാടിക്കൊരു പേരിടണം. ഇവിടെ രുചിമേള എന്നാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതുപോലെ ഒരു പേരിടണം. പിന്നെ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് എഴുതണം. പിന്നെ ഏത് ദിവസമാണ്, ഡേറ്റ് ഏതാണെന്ന് എഴുതണം. തീയതി ഏതാണെന്നും ദിവസം ഏതാണെന്നും എഴുതണം. സമയം എപ്പോഴാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് എന്നുള്ള സമയം എഴുതണം. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും ക്ലാസ് ഏതാണെന്നുമൊക്കെ എഴുതി ചേർക്കാം. പിന്നെ അതിന് പുറമെ എന്ത് ചെയ്യണം, എല്ലാവർക്കും സ്വാഗതം എന്ന് എഴുതി ചേർക്കാൻ വേണമെങ്കിൽ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വിഭവസമൃദ്ധമായ പലഹാരങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ വരച്ചു ചേർക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോഴേ നമ്മുടെ പോസ്റ്റർ എന്താവുള്ളൂ, കുറച്ചുകൂടെ ശ്രദ്ധേയമാവുകയുള്ളൂ. ചോദ്യം 7. പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി. കല്ലായിപ്പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി. കൊതിമൂത്ത ഉറുമ്പുകൾക്ക് അപ്പാണ്യത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞോ? അവർക്ക് മതി വരുവോളം അപ്പം കിട്ടിയോ? കഥ പൂർത്തിയാക്കി പറയൂ, എഴുതൂ. അപ്പക്കൊതി മൂത്ത മണിയനും ചോണനും നടന്ന് ക്ഷീണിച്ചു. എങ്കിലും മുട്ടമാലയുടെ രുചിയോർത്ത് ആ ക്ഷീണം അവരെ തളർത്തിയില്ല. രണ്ടുപേരും പൊന്നാനി ചന്തയിൽ എത്തിയപ്പോഴേക്ക് നേരം നന്നേ ഇരുട്ടിയിരുന്നു. പൊന്നാനി ചന്തയിൽ വെളിച്ചം പരന്നു. ആ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലായി, അപ്പാണ്യം ഏകദേശം തീരാനായിട്ടുണ്ടെന്ന്. പാവം മണിയനും ചോണനും തങ്ങൾ കഷ്ടപ്പെട്ട് വന്നത് വെറുതെയായോ എന്ന് സംശയിച്ചു. എന്തായാലും ഇതുവരെ എത്തിയില്ലേ, നമുക്കിവിടെ മൊത്തം അരിച്ചു പെറുക്കാം. നമുക്കുള്ള മുട്ടമാലയുടെ ഒരു പൊടിയെങ്കിലും ഇവിടെ കാണാതിരിക്കില്ല, മണിയൻ ചോണനോട് പറഞ്ഞു. രണ്ടുപേരും അവിടെ ആകെ പരതാൻ തുടങ്ങി. അവരുടെ ആഗ്രഹം പോലെ തന്നെ മുട്ടമാലയുടെയും മുട്ടസുർക്കയുടെയും അലുവയുടെയും ജിലേബിയുടെയും മൈസൂർ പാക്കിൻ്റെയും എല്ലാം കഷ്ണങ്ങൾ അവർക്ക് കിട്ടി. മധുരം കഴിച്ച് കഴിച്ച് രണ്ടാളുടെയും വയറ് പൊട്ടാറായി. ചോണൻ പറഞ്ഞതുപോലെ തന്നെ ആ മധുരത്തിൽ അവർ രണ്ടാളും അലിഞ്ഞലിഞ്ഞു പോയി. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് പലഹാരക്കൊതിയന്മാർ എന്നുള്ള പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ ഇനി ഏതൊക്കെ പാഠങ്ങളാണ് വേണ്ടതെന്നും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്